ഹായ് വെൽക്കം ബാക്ക് ടു ആർ ജെ ബ്ലോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി കേരള സ്റ്റൈൽ ഫിഷ് കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 4 വലിയ അയിലമീൻ വാങ്ങിച്ചിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച 4 അയിലമീൻ. പിന്നെ നമുക്ക് ആവശ്യത്തിന് 2 ചെറിയ സവാള, ഒരു വലിയ തക്കാളി, 3 പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻസ്. പിന്നെ അതിനുശേഷം നമ്മൾ പൊടികളൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളി, അതുപോലെ തന്നെ തക്കാളി, പച്ചമുളകെല്ലാം നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഓയിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്, വിർജിൻ കോക്കനട്ട് ഓയിൽ. നമുക്ക് സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. ആവശ്യത്തിന് ഒരു 2-3 ടീസ്പൂൺ നമുക്ക് കോക്കനട്ട് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടാവണം. അതിനുശേഷം നമുക്ക് അതിലോട്ട് കടുക്, ഉലുവയെല്ലാം ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് കറിവേപ്പില, അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇതെല്ലാം നന്നായിട്ട് വഴറ്റണം. ഇത് നന്നായിട്ട് വഴറ്റി വരുന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് തക്കാളി, പച്ചമുളക് ആഡ് ചെയ്യാം. അതിനുശേഷം അതിലോട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണം. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ചട്ടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, പിന്നെ അത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇളക്കി കൊടുക്കുക. അതിലോട്ട് കുറച്ച് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ഈ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളിയെല്ലാം നന്നായിട്ട് പെട്ടെന്ന് വഴറ്റി വരാറുണ്ട്. അതിനാണ് നമ്മളെപ്പോഴും ഉപ്പ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. തക്കാളി നന്നായിട്ട് വഴറ്റണം. തക്കാളി വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊടികളെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അടുത്ത സെഷൻ മസാല ആഡിംഗ് ആണ്. മസാല ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തീ എപ്പോഴും വളരെ ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ ആദ്യമേ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിപ്പൊടി നമ്മുടെ ആവശ്യത്തിനാണ്, പക്ഷേ എനിക്ക് അധികം മല്ലിപ്പൊടി യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. സോ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഫിഷ് മസാല 1 ടീസ്പൂൺ. പൊടികൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് ഒരിക്കലും കരിയാൻ പാടില്ല. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈ പൊടികളുടെ മിക്സിംഗ് എല്ലാം കറക്റ്റായിട്ട് വന്നു. അത് കൂടാതെ തന്നെ അതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന പുളി വാളംപുളിയാണ്. നമുക്ക് കുടംപുളി യൂസ് ചെയ്യാം. പുളി നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് 1-2 കപ്പ് നമുക്ക് വെള്ളം യൂസ് ചെയ്യാം. മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന മീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മീൻ കട്ട് ചെയ്ത് ആഡ് ചെയ്യുന്നില്ല. ഞാനൊരു മീൻ അങ്ങനെ തന്നെ ഇടുന്നുണ്ട്.
നമുക്കൊരു അടപ്പ് കൊണ്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കിത് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് മീൻ ചുറ്റിച്ച് കൊടുക്കണം. മീൻ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമ്മുടെ അയിലക്കറി റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 10-15-20 മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ മീൻ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി ഫിഷ് കറി, കേരള സ്റ്റൈൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കറി ട്രൈ ചെയ്യണം. എനിക്കറിയാം നിങ്ങൾ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് മീൻ കറി ഉണ്ടാക്കും, പക്ഷേ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ഫിഷ് കറിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.